So in the last class we have discussed different types of methods of flushing, right? Open flushing, then pressure flushing, vacuum flushing, combined flushing. So നമ്മൾ ഫ്ലഷിങ്ങിൻ്റെ മെത്തേഡ്സ് ഒക്കെ പഠിച്ചു, ഫിഗർ മാത്രം പഠിക്കുക, ബാക്കി നമ്മൾ ഫിഗർ വെച്ചിട്ട് സ്വന്തമായിട്ട് എഴുതുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോബ്ലംസ് ഡ്യൂ ടു ഇൻഎഫക്റ്റീവ് ഫ്ലഷിങ് പ്രോപ്പർ ആയില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങൾ തന്നെ പറ, ഒന്ന് ആലോചിച്ച് പറ. പ്രോപ്പർ ഫ്ലഷിങ് നടന്നില്ലെന്നെങ്കിൽ എന്ത് സംഭവിക്കും? ആദ്യമേ പറഞ്ഞതാണ്, എൻ്റെ വിത്ത് സ്റ്റാഗ്നേഷൻ ഓഫ് dielectric medium. Stagnation എന്ന് വെച്ചാൽ എന്തുവാ? Built up of machining residue. Which led to short circuit. പിന്നെ എന്താണ്? ലോ മെറ്റൽ റിമൂവൽ റേറ്റ്, ലോ സർഫസ് ഫിനിഷ്. അതായത് നമ്മൾ പ്രോപ്പറായിട്ട് നമ്മുടെ ഈ ഡയലക്ട്രിക് മീഡിയം പ്രോപ്പറായിട്ട് അവിടുന്ന് നമ്മൾ റീസർക്കുലേറ്റ് ചെയ്ത് പ്രോപ്പർ ഫ്ലഷിങ് നടന്നില്ലെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഡയലക്ട്രിക് മീഡിയം അവിടെ കെട്ടിക്കിടക്കത്തില്ലേ? സ്റ്റാഗ്നേഷൻ ഓഫ് ഡയലക്ട്രിക് മീഡിയം. സ്റ്റാഗ്നേഷൻ എന്ന് വെച്ചാൽ എന്താ? സ്റ്റാഗ്നേഷൻ എന്ന് വെച്ചാൽ എന്താ? അവിടെ കെട്ടിക്കിടക്കുക, അവിടെ പ്രോപ്പർ ഫ്ലോ ഇല്ലാതെ വരുമ്പോൾ അല്ലേ? അങ്ങനെ പ്രോപ്പർ ഫ്ലോ ഇല്ലാതെ വരുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? ബിൽട്ട് അപ്പ് ഓഫ് മെഷീനിങ് റെസിഡ്യൂ, അതായത് മെറ്റൽ ഡെബ്രീസ് എവിടെ ഡിപ്പോസിറ്റ് ചെയ്യും? അവിടെ കിടക്കും. എവിടെ? ഈ ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് കിടക്കും. വിച്ച് ലെഡ്സ് ടു ഷോർട്ട് സർക്യൂട്ട്. അതായത് ഈ പ്രോപ്പറായിട്ട് ഫ്ലഷിങ് നടന്നില്ലെന്നുണ്ടെങ്കിൽ ഈ മെറ്റൽ ഡെബ്രീസ് ഈ ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് ഫില്ല് ചെയ്ത് ഇങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്ത് കിടക്കും. അതുമൂലം ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നു. അത് മാത്രമല്ല, മെറ്റൽ റിമൂവൽ റേറ്റ് വളരെ കുറവായിരിക്കും. അവിടെ റിമൂവ് ചെയ്ത മെറ്റൽ പ്രോപ്പറായിട്ട് റിമൂവ് ചെയ്ത് അവിടുന്ന് മാറ്റിയെങ്കിൽ മാത്രമേ വീണ്ടും മെഷീൻ നടന്നിട്ട് നമുക്ക് പ്രോപ്പറായിട്ടൊരു നല്ലൊരു മെറ്റൽ റിമൂവൽ റേറ്റ് കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ അത് അവിടെ ഡിപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫർദർ റിമൂവർ ഓഫ് മെറ്റലിന് നമ്മൾ ഡിഫിക്കൽട്ടായിട്ട് വരും. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന സർഫസിൻ്റെ ഫിനിഷ് നമ്മൾ വെരി ലോ ആയിരിക്കും. കാരണം എന്താണ്? ഈ മോൾട്ടൺ മെറ്റൽ അവിടുന്ന് നമ്മൾ മെറ്റലിനെ ഹീറ്റ് കൂട്ടി അവിടുന്ന് നമ്മൾ മെൽറ്റ് ചെയ്ത് അവിടുന്ന് ഡയലക്ട്രിക് മീഡിയം യൂസ് ചെയ്ത് നമ്മൾ ഫ്ലഷ് ചെയ്ത് മാറ്റാതെ അവിടെ തന്നെ കിടക്കുവാണെങ്കിൽ ഇത് സംഭവിക്കും. സർഫസ് കിട്ടുന്ന സർഫസിൻ്റെ ആ ഒരു സർഫസ് ഫിനിഷൊക്കെ വളരെയധികം കുറവായിരിക്കും. ആണോ? ഇത്രയും 3 കാര്യങ്ങളാണ് പ്രോബ്ലംസ് ഡ്യൂ ടു ഇൻഎഫക്റ്റീവ് ഫ്ലഷിങ്. ക്ലിയർ ആയോ? ഇലക്ട്രിക് മീഡിയത്തിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ പറഞ്ഞിരുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കെറോസിൻ, പിന്നെ ഓക്കെ, കെറോസിൻ, പാരഫിൻ ഓയിൽ, ലൂബ്രിക്കേറ്റിംഗ് ഓയിൽ, വാട്ടർ, ഇതൊക്കെയാണ് അല്ലേ കോമൺലി യൂസിങ് ഡയലക്ട്രിക് മീഡിയം. ഇനി അടുത്ത എന്താണ്? അടുത്ത കമ്പോണന്റ് എന്തുവാ? ഓക്കെ, അപ്പോൾ ടൂൾ ആൻഡ് വർക്ക് പീസ് ആണ് അടുത്തത്. അപ്പോൾ നമുക്ക് ടൂൾ ആൻഡ് വർക്ക് പീസ് നമുക്ക് എന്തായാലും ഏത് മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ? ഏത് മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ? കണ്ടക്റ്റീവ് മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇൻസുലേറ്റീവ് മെറ്റീരിയൽസ് ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റത്തില്ല. കണ്ടക്റ്റീവ് എന്ന് പറയുമ്പോഴത്തേന് പ്രോപ്പർ കണ്ടക്ടേഴ്സും കാണും, പിന്നെന്തുവാ സെമി കണ്ടക്ടേഴ്സ് ഉപയോഗിക്കും. പക്ഷേ ഇൻസുലേറ്റീവ് മെറ്റീരിയൽസ് നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റത്തില്ല. കാരണം എന്താണ്? കണ്ടക്ട് ചെയ്ത്
ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യത്തില്ല. ബിക്കോസ് ഇറ്റ് ഈസ് ഇതിനകത്ത് യൂസ് ചെയ്യുന്ന എനർജി സോഴ്സ് നമ്മൾ ഇലക്ട്രിസിറ്റിയാണ്. അപ്പോൾ ഇൻസുലേറ്റേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് വിൽ നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അപ്പോൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ആണോ? പിന്നെ നമ്മൾ ടൂൾ എടുക്കുമ്പോഴത്തേന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. ടൂൾ മെറ്റീരിയൽ എന്ന് പറയുമ്പോഴത്തേന് ടൂൾ മെറ്റീരിയൽ should be selected such that it will not undergo much tool wear. പെട്ടെന്ന് വിയർ ആയി പോകുന്ന മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ സംഭവിക്കും, എപ്പോഴും നമ്മൾ എന്ത് മാറ്റേണ്ടി വരും? ടൂൾ മാറ്റേണ്ടി വരും. എങ്ങനെ ടൂൾ വിയർ ഉണ്ടാകുന്നത്? ഡ്യൂ ടു കൊളീഷൻ ഓഫ് ഇലക്ട്രോൺസ് ആൻഡ് അയോൺസ് അല്ലേ? നമ്മൾ ഈ ഒരു എന്താണ് ടൂള് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് പിന്നെ ഡൈഇലക്ട്രിക് മീഡിയൻ്റെ അയോൺസ് തമ്മിലുണ്ടാകുന്ന കൊളീഷൻ ബോംബാർഡ്മെൻറ്റിലൂടെ നമുക്ക് ടൂളിൻ്റെ വിയർ സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ആ വിയർ പെട്ടെന്ന് നടക്കരുത്, പതുക്കെ നടക്കാവുള്ളൂ. സോ ഫാസ്റ്റാണ് ടൂൾ വിയർ, ഫാസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് മാറ്റേണ്ടി വരും? ടൂള് മാറ്റേണ്ടി വരും. അതുപോലെ തന്നെ തെർമൽ കണ്ടക്ടിവിറ്റി ഹൈ ആയിരിക്കണം. കാരണം എന്താ? ഇപ്പോൾ നമ്മൾ ടൂൾ ഇങ്ങനെ വെച്ച് വെക്കുക, ഇത് ടൂള്. അപ്പോൾ ഈ ടൂളിൻ്റെ ഈ ടിപ്പിലായിരിക്കുമല്ലോ ഏറ്റവും കൂടുതൽ ഹീറ്റ് ആവുന്നത്, ആണോ? അപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി ഹൈ ആണെന്നുണ്ടെങ്കിൽ ഈ ഹീറ്റ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? പെട്ടെന്ന് തന്നെ ടൂളിൻ്റെ ബോഡിയിലോട്ട് ടൂളിൻ്റെ മറ്റ് പാർട്സിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും, ആണോ? അങ്ങനെ വരുമ്പോഴത്തേന് ഈ ലോക്കലൈസ്ഡ് ഹീറ്റിൻ്റെ എഫക്റ്റ് കുറയും. അപ്പം മൊത്തത്തിൽ ഹീറ്റ് ആവുന്നതും ഒരു പാർട്ട് മാത്രമായിട്ട് ഹീറ്റ് ആവുന്നതും രണ്ടും ഡിഫറൻറ്റാണ്, ആണോ? ഇപ്പോൾ തെർമൽ കണ്ടക്ടിവിറ്റി വളരെ ഹൈ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ലോക്കലൈസ്ഡ് ഹീറ്റിംഗ് ഒഴിവാക്കിയിട്ട് ഈ ഒരു ടെമ്പറേച്ചർ കൂടുമ്പോൾ സമയത്ത് ഈ ഹീറ്റ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും? അപ്പോൾ ഈ ടൂള് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പം നമുക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് നോക്കാം. ബേസിക് പ്രോപ്പർട്ടി ടു ബി കൺസിഡേർഡ് വൈൽ ടൂൾ സെലക്ഷൻ. ടൂള് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് പ്രോപ്പർട്ടി, നമ്മൾ മറ്റേ ഡൈഇലക്ട്രിക് ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞില്ലായിരുന്നു? 5 പ്രോപ്പർട്ടീസ് പറഞ്ഞില്ലായിരുന്നു? എന്തൊക്കെയായിരുന്നു 5 പ്രോപ്പർട്ടീസ്? ഡൈഇലക്ട്രിക് മീഡിയത്തിൻ്റെ 5 പ്രോപ്പർട്ടീസ് എന്തൊക്കെയായിരുന്നു? നോൺ കണ്ടക്റ്റീവ്, പിന്നെന്താണ്? ഹൈ ഡിഗ്രി ഓഫ് ഫ്ലൂയിഡിറ്റി, പിന്നെ ഡീഅയണൈസേഷൻ. ഓക്കെ. പിന്നെ കൂളിംഗ് മീഡിയം ഇല്ലേ? കൂളിംഗ് മീഡിയം ഉണ്ട് അല്ലേ? പിന്നെന്താണ്? ഒരെണ്ണം കൂടെ പറയാമായിരുന്നു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് ഇഗ്നിഷൻ ഡിലേ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം ഇഗ്നിഷൻ ഡിലേ എന്ന് വെച്ചാൽ എന്താ? ഇഗ്നിഷൻ ഡിലേ എത്ര അടിക്കണം? മിനിമം ആണോ മാക്സിമം ആണോ? മിനിമം. ഇഗ്നിഷൻ ഡിലേ എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ബ്രേക്ക് ഡൗൺ വോൾട്ടേജ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ബ്രേക്ക് ഡൗൺ ആവണം. ഡിലേ ആവാതെ തന്നെ ബ്രേക്ക് ഡൗൺ ആവണം. ഓക്കെ. അപ്പോൾ നമുക്ക് പ്രോപ്പർട്ടീസ് ഓഫ് ടൂൾ നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുമ്പോഴത്തേന് എല്ലാവരും പറയുന്ന മാതിരി ഡൈഇലക്ട്രിക് മീഡിയം നോൺ കണ്ടക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടൂൾ എങ്ങനെ ആയിരിക്കണം? ഹൈ
ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണോ? ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ആണോ? ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഉള്ള കാര്യം എന്ന് പറയുമ്പോൾ എന്താ അറിയോ? ഇലക്ട്രോൺസ് ആർ കോൾഡ് എമിറ്റഡ്. more electrons are emitted at low temperature. അത് നമ്മൾ കൂടുതൽ ഹീറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഇലക്ട്രോൺസ് എന്ന ടൂള് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യണം ആണോ? അപ്പോൾ പിന്നെ ഡയലക്ട്രിക് മീഡിയ അവിടെ എന്ത് സംഭവിക്കുന്നത്? ഡയലക്ട്രിക് മീഡിയത്തിന് ബ്രേക്ക് ഡൗൺ സംഭവിക്കുന്നത്, അയോൺസ് ആയിട്ട് ഉണ്ടാവുന്നു അല്ലേ? അപ്പോൾ ഈ ടൂളിനെ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസും ഈ അയോൺസും കൂടെ ബൊമ്പാർഡ് ചെയ്തിട്ടല്ലേ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞതാ. ആണോ അല്ലേ? അപ്പോൾ ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി ഉള്ള മെറ്റീരിയൽ ടൂള് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മോർ ഇലക്ട്രോൺസ് ആർ എമിറ്റഡ് ആയിട്ട് ലോ ടെമ്പറേച്ചർ. വളരെ നമ്മളൊരു ചെറിയ ടെമ്പറേച്ചർ ആകുമ്പോൾ തന്നെ എന്ത് സംഭവിക്കും? ഈ കൂടുതൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്ത് തുടങ്ങും. അതല്ല നമ്മൾ ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി കുറവുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ഒരു ഹൈ ടെമ്പറേച്ചറിൽ എത്തുമ്പോഴായിരിക്കും അവിടെ ഇലക്ട്രോൺ എമിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ ലെസ് ബൾക്ക് ഹീറ്റിംഗ്. ഞാൻ പറഞ്ഞു ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ, ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി തെർമൽ കണ്ടക്ടിവിറ്റി എല്ലാം കൂടുതലാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ലോക്കലൈസ്ഡ് ഹീറ്റിംഗ് ഉണ്ടാകത്തില്ല. പിന്നെന്താണ്? ആ ഒരു ഹീറ്റ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യും? ആ ഒരു ഹീറ്റ് എങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്ത് വിടും. ട്രാൻസ്ഫർ ചെയ്ത് അങ്ങ് പോകും, അറ്റ്മോസ്ഫിയറിലോട്ടും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ അവിടെ ഒരു നെറ്റ് ഹീറ്റിംഗ് എഫക്റ്റ്, ആ ടൂള് ഹീറ്റ് ആവുന്നത് കുറയും അല്ലേ? ഹീറ്റ് കണ്ടക്ടിവിറ്റി ഇലക്ട്രിക് കണ്ടക്ടിവിറ്റി കൂടുതലാണെന്നുണ്ടെങ്കിൽ ഒരു ലോക്കലൈസ്ഡ് ഹീറ്റിംഗ്, ലോക്കലൈസ്ഡ് കണ്ടക്ടിവിറ്റി എല്ലാം കുറഞ്ഞിട്ട് അത് ബൾക്കായിട്ടായിരിക്കും വരുന്നത്. അപ്പം നെറ്റ് അവിടെ നമുക്ക് പറയാൻ പറ്റും ബൾക്ക് ഹീറ്റിംഗ് കുറവായിരിക്കും എന്ന് പറയാം. അപ്പോൾ ആ ഒരു പ്രോപ്പർട്ടിയുടെയാണ് 2 പോയിന്റ്സ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി. ഹൈ തെർമൽ കണ്ടക്ടിവിറ്റിയുടെ പ്രത്യേകത എന്താണ്? അവോയ്ഡ് ലോക്കലൈസ്ഡ് ഹീറ്റിംഗ്. എന്താണ്? ലോക്കലൈസ്ഡ് ഹീറ്റിംഗ് അവോയ്ഡ് ചെയ്യുന്നു അല്ലേ? ഹീറ്റ് കണ്ടക്ട് ടു ബൾക്ക് ഓഫ് മെറ്റീരിയൽ. ആണോ? ഇതാണ് സംഭവിക്കുന്നത്. ലോക്കലൈസ്ഡ് ഹീറ്റിംഗ് അവോയ്ഡ് ചെയ്തിട്ട് ഹീറ്റ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും? പറഞ്ഞേ, ഹീറ്റ് എങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കും? ടൂളിൻ്റെ ബോഡിയിലോട്ട് കയറ്റാം. അപ്പോൾ നമ്മൾക്ക് അവിടെ ടൂളിൻ്റെ ടെമ്പറേച്ചർ ഒരുപാട് കൂടത്തില്ല, ടൂളിൻ്റെ ലൈഫ് കൂടും, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ആണോ? അതല്ല, തെർമൽ കണ്ടക്ടിവിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് ആ ടൂളിൻ്റെ ടിപ്പിൽ മാത്രമായിട്ട് നിൽക്കും, അവൻ്റെ ബോഡിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്തില്ല. അങ്ങനെ വരുമ്പോഴത്തേനും ആ ഒരു ടിപ്പ് മാത്രം ഹൈ ടെമ്പറേച്ചർ നിൽക്കുന്നു. പതുക്കെ എന്ത് സംഭവിക്കും? ആ ഒരു ടൂളിൻ്റെ ടിപ്പ് എറോഡായി പോകുന്നു. ആണോ? പെട്ടെന്ന് ടൂളിൻ്റെ ലൈഫ് പെട്ടെന്ന് തീരുന്നു. ആണോ അല്ലേ? നിങ്ങൾ കാണാതെ പഠിക്കരുത്, ദയവ് ചെയ്ത് റിലേറ്റ് ചെയ്ത് തന്നെ പഠിക്കുക കാര്യങ്ങൾ. മൂന്നാമത്തെ പോയിന്റ്, ഹൈ ഡെൻസിറ്റി. ഹൈ ഡെൻസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഡെൻസിറ്റി എന്തുവാ? ഡെൻസിറ്റി എന്താ? അതിന്റെ ഫിസിക്കൽ മീനിങ് എന്തുവാ? പെർ യൂണിറ്റ് വോളിയത്തിനകത്ത് ഉള്ള മാസ് അല്ലേ? ഡെൻസിറ്റി കൂടുതൽ ഉള്ളതാണോ നല്ല, ഡെൻസിറ്റി കുറവുള്ളതാണോ നല്ല? കാരണം എന്താ? ടൂൾ വിയർ കുറവായിരിക്കും അല്ലേ? ടൂൾ വിയർ കുറവായിരിക്കും. മാത്രമല്ല ഹീറ്റ് കണ്ടക്റ്റഡ് ഫാസ്റ്റ് ടു ദി ബൾക്ക്.
കാരണം ഡെൻസിറ്റി കൂടുതൽ എന്ന് പറയുമ്പോഴത്തേന് പെർ യൂണിറ്റ് വോളിയത്തിനകത്ത് കൂടുതൽ മാസം ഉണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം. ഡെൻസിറ്റി കൂടുതൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? 1 മീറ്റർ ക്യൂബിനകത്ത് 10 കിലോ ഉള്ളതാണോ 1 മീറ്റർ ക്യൂബിനകത്ത് 1 കിലോ ഉള്ളതാണോ ഡെൻസിറ്റി കൂടുതൽ? 10 കിലോ ഉള്ളത്. അപ്പോൾ 1 മീറ്റർ ക്യൂബിനകത്ത് 10 കിലോ ഉള്ളപ്പം എന്തായിരിക്കും? അതിനകത്ത് വിയർ കുറവായിരിക്കും. ആണോ? വിയർ കുറവായിരിക്കത്തില്ലേ? അതിനകത്ത് മെറ്റീരിയൽ റിമൂവ് ചെയ്യാൻ പാടല്ലേ? അത് മാത്രമല്ല, അതിനകത്ത് ഹീറ്റ് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ പെട്ടെന്ന് ടെമ്പറേച്ചർ കൂടുമോ? കാരണം ഇവിടെ 1 മീറ്റർ ക്യൂബിനകത്ത് 1 കിലോ ആണെന്നുണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് ടെമ്പറേച്ചർ റൈസ് ആവും. പക്ഷേ 1 മീറ്റർ ക്യൂബിനകത്ത് 10 കിലോ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ടോട്ടൽ ബൾക്കിലുള്ള ടെമ്പറേച്ചർ റൈസ് കൂടാൻ പാടല്ലേ? പാടാന്നല്ല, ടൈം എടുക്കും. ആണോ? അപ്പോൾ നമുക്ക് ഹൈ ഡെൻസിറ്റി ഉള്ള ടൂൾ മെറ്റീരിയൽ സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ്. ഇനി അടുത്ത എന്താണ്? ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഇതെല്ലാം നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിക്കാവുന്നേ ഉള്ളൂ. ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ഹൈ മെൽറ്റിംഗ് പോയിന്റ് എന്തോ പ്രത്യേകത? ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റീരിയൽ എടുത്ത് എന്തോ പ്രത്യേകത? ഹൈ മെൽറ്റിംഗ് പോയിന്റ് ഉള്ള മെറ്റീരിയൽ എടുത്ത് എന്തോ പ്രത്യേകത പറഞ്ഞേ? ഹീറ്റ് വരുമ്പോൾ പെട്ടെന്ന് ഉരുകി പോകത്തില്ല സാർ. അത്രേ ഉള്ളൂ. ഹീറ്റ് വരുമ്പോൾ പെട്ടെന്ന് ഉരുകി പോകത്തില്ല. അപ്പോൾ നമുക്ക് ടൂൾ വിയർ കുറവായിരിക്കും അല്ലേ? നമ്മൾ പറഞ്ഞു നമ്മുടെ മെറ്റീരിയൽ നമ്മുടെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് നമ്മളവിടെ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് എന്ന് പറയുമ്പോൾ 10,000 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് നമ്മൾ ജനറേറ്റ് ആവുന്നത്. അപ്പോൾ നമ്മൾ മെൽറ്റിംഗ് പോയിന്റ് കുറവുള്ളൊരു മെറ്റീരിയൽ എടുത്തു കഴിഞ്ഞാൽ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് അത് മെൽറ്റായി പോകും. പിന്നെ ടൂള് തീർന്നു. ഒരു പ്രാവശ്യം പ്രോസസ്സ് ചെയ്യുമ്പോൾ തന്നെ ടൂൾ അവിടെ തീരും. ആണോ? അപ്പോൾ നമ്മൾ വീണ്ടും ടൂൾ റീപ്ലേസ് ചെയ്യേണ്ടി വരും അല്ലേ? അപ്പോൾ നമുക്ക് ടൂൾ എന്തായാലും തീരും. ടൂള് ഇല്ലാതാവുന്ന കാലത്ത് യാതൊരു സംശയമില്ല. പക്ഷേ ടൂൾ ലൈഫ് നമുക്ക് മാക്സിമം നമുക്ക് കൂട്ടണം. അതാണ് നമ്മൾ ഈ മെറ്റീരിയൽ നമ്മൾ ചൂസ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഏത് ടൂളായാലും ഇപ്പോൾ ലേത്തിൽ ഉപയോഗിക്കുന്ന ടൂളായാലും നമ്മൾ മെഷീനിങ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ടൂൾ ലൈഫ് ടൂളിന് എയറോടായി പോകത്തില്ലേ? അതിനകത്ത് കുറച്ച്. പക്ഷെ നമുക്ക് നമ്മുടെ ആവശ്യം എന്താണ്? മാക്സിമം ലൈഫ് കൂട്ടുക. ടൂൾ ലൈഫ് മാക്സിമം കൂട്ടുക. കാരണം ടൂളെന്ന് പറയുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സംഭവമാണ്. നമുക്കപ്പം ചെറിയൊരു കോസ്റ്റ് ലാഭിക്കാൻ വേണ്ടി ടൂളിനകത്തുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മൊത്തത്തിൽ നമുക്ക് നമുക്ക് കോസ്റ്റ് കൂടത്തേ ഉള്ളൂ. കാരണം എപ്പോഴും ടൂള് ചേഞ്ച് ചെയ്യണമെന്ന് പറയുമ്പോഴത്തേനും അത് കോസ്റ്റ് കൂട്ടുന്ന കാര്യമാണ്. അപ്പോൾ നമ്മൾ ടൂള് നമുക്ക് എപ്പോഴും മെറ്റീരിയൽ സെലക്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രോപ്പർട്ടീസാണ്? ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, ഹൈ തെർമൽ കണ്ടക്ടിവിറ്റി, ഹൈ ഡെൻസിറ്റി, ഹൈ മെൽറ്റിംഗ് പോയിന്റ്. ആണോ? അപ്പോൾ ഇതിൻ്റെ എല്ലാം കണക്റ്റഡ് പോയിന്റ്സ് ഞാൻ ഓൾറെഡി പറഞ്ഞു. ഹൈ ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുമ്പോഴത്തേന് കൂടുതൽ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും അറ്റ് ലോ ടെമ്പറേച്ചർ. പിന്നെ നമ്മുടെ ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് ബൾക്കിലോട്ട് പെട്ടെന്ന് ട്രാൻസ്ഫർ ആവും. രണ്ടാമത്തെ ഹൈ തെർമൽ കണ്ടക്ടിവിറ്റിയും പറഞ്ഞത് സെയിം ആണ്. ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ബൾക്ക് ഓഫ് ടൂളിലോട്ട് പെട്ടെന്ന് ട്രാൻസ്ഫർ ആവും. ഹൈ ഡെൻസിറ്റി എന്ന് പറയുമ്പോഴും കൂടുതൽ മാസ് കാണും കുറച്ച് വോളിയത്തിനുള്ളിൽ. അതായത് ടൂൾ വിയർ കുറവായിരിക്കും. ഇതും ഹീറ്റ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഫാസ്റ്റ് ടു ദ ബൾക്കായിരിക്കും. ആൻഡ് ഫോർത്ത് പോയിന്റ് എന്നത് ഹൈ മെൽറ്റിംഗ് പോയിന്റ് ആണ്. നിങ്ങൾ തന്നെ പറഞ്ഞു അല്ലേ? ടെമ്പറേച്ചർ കൂടുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ഉരുകി പോകത്തില്ല. പോയിട്ടുണ്ട് ഈസ് ഓഫ് മാനുഫാക്ചറബിലിറ്റി. നമ്മൾ ഇതെല്ലാം എടുത്ത് എന്നാൽ തന്നെ ടൂള് നമുക്ക് ഉണ്ടാക്കണ്ടേ? അതും നമ്മൾ നോക്കണം. ടൂള് നമുക്ക് മെഷീൻ ചെയ്ത് എടുക്കണ്ടേ? അപ്പോൾ ഇത്രയും 5 പോയിന്റ്സ് ആണ് നമുക്ക് ഉള്ളത്. എന്തൊക്കെ പോയിന്റ്സ്? ആരാ പറയുന്നത്? സോ എക്സാമ്പിൾസ് ആർ ഗ്രാഫൈറ്റ്, കോപ്പർ ബ്രാസ്, കാസ്റ്റ് അലൂമിനിയം, കോപ്പർ, ബോറോൺ, കോപ്പർ, ടങ്സ്റ്റൺ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, എഴുതിയല്ലാണ് ഇത്രയും എഴുതിയല്ലാരും. അടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ ടൂൾ വിയറിനെ കുറിച്ചാണ്. എന്താണ് അടുത്ത് പറയാൻ പോകുന്നത്? അടുത്ത ഹെഡിങ് എനിക്കോ ടൂൾ വിയർ. ടൂൾ വിയർ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ?
ടൂൾ വ്യൂവർ നമുക്ക് ഒഴിവാക്കാൻ പറ്റുമോ? ഇല്ല ഇല്ല. സാർ. പിന്നെ എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ? കുറയ്ക്കാൻ പറ്റും, കുറയ്ക്കാൻ പറ്റും, പക്ഷെ ഒഴിവാക്കാൻ പറ്റുമോ? ഒഴിവാക്കാൻ പറ്റൂല. അപ്പൊ ടൂൾ വിയർ ടൂൾ വിയർ ഈസ് അൺഅവോയ്ഡബിൾ അല്ലേ? നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല അല്ലേ? എന്തുകൊണ്ടാണ് ഇവിടെ ടൂൾ വിയർ ഇവിടെ എങ്ങനെ ടൂൾ വിയർ സംഭവിക്കുന്നത്? ഇവിടെ എങ്ങനെ സംഭവിക്കുന്നത്? അല്ലേ? എങ്ങനെ സംഭവിക്കുന്നത്? ഇതൊക്കെ ആദ്യമേ പറഞ്ഞ എങ്ങനെയാണ് ടൂൾ വിയർ സംഭവിക്കുന്നത്? എങ്ങനെയാ സംഭവിക്കുന്നത്? bombardment of electrons and ions. അപ്പോൾ അതെന്തായാലും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. കാരണം ആ ഒരു പ്രോസസ്സിനകത്തൂടാണ് അവിടെ നമുക്ക് ഹീറ്റ് ജനറേറ്റ് ചെയ്യുന്നത് തന്നെ അല്ലോ, ആണോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് ഈ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റും. ഈ ടൂൾ വിയർ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ആ ടൂൾ മെറ്റീരിയൽ സെലക്ഷനിലൂടെ നമുക്ക് ആ ഒരു 5 പ്രോപ്പർട്ടീസ് വരുന്ന രീതിയിലുള്ള ടൂൾസ് നമ്മൾ സെലക്ട് ചെയ്യാന്നുണ്ടെങ്കിൽ നമുക്ക് ടൂൾ ലൈഫ് കുറച്ച് കൂട്ടാൻ പറ്റും. അത്രേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ, ആണോ? ഇപ്പോൾ ടൂൾ വിയറിന് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടേമുണ്ട്. ആ ടേമിനെ പറഞ്ഞവരാണ് വിയർ റേഷ്യോ. എന്താണ്? ടൂൾ വിയറിനെ നമുക്ക് ഡിഫൈൻ ചെയ്തിട്ട് ഒരു ടേമുണ്ട്, വിയർ റേഷ്യോ. വിയർ റേഷ്യോ എന്ന് പറയുന്നത് വോളിയം ഓഫ് മെറ്റീരിയൽ റിമൂവ്ഡ് ഫ്രം വർക്ക്. വോളിയം ഓഫ് മെറ്റീരിയൽ റിമൂവ്ഡ് ഫ്രം വർക്ക് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ ടൂള് കൺസ്യൂംഡ്. എന്താണ്? വോളിയം ഓഫ് മെറ്റൽ റിമൂവ്ഡ് ഫ്രം ദ വർക്ക്. നമ്മുടെ വർക്ക് പീസിന് എത്ര മെറ്റീരിയൽ റിമൂവ് ചെയ്തോ അതിൻ്റെ വോളിയം ഡിവൈഡഡ് ബൈ നമ്മുടെ ഇലക്ട്രോഡ് എത്രമാത്രം കൺസ്യൂമായി. ഇലക്ട്രോഡിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ ഓരോ പ്രോസസ്സ് കഴിയുമ്പോഴും, ആണോ? അപ്പോൾ ഈ ഒരു റേഷ്യോ എന്ന് പറയുന്ന പേരാണ് ടൂൾ വിയർ റേഷ്യോ, അല്ലെങ്കിൽ വിയർ റേഷ്യോ എന്നും പറയാം. അപ്പോൾ ടൂൾ വിയർ റേഷ്യോ ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് മെറ്റീരിയൽ റിമൂവ്ഡ് ഫ്രം ദ വർക്ക്. വർക്കിൽ നിന്ന് എത്രമാത്രം മെറ്റീരിയൽ റിമൂവ് ആയ ഡിവൈഡ് ബൈ വോളിയം ഓഫ് ഇലക്ട്രോഡ് ടൂൾ കൺസ്യൂംഡ്. ആണോ? ഇങ്ങനെ പറയാമോ? ഇങ്ങനെ പറയാമോ? എഴുതിയോ എല്ലാവരും? എഴുതിയോ എല്ലാവരും? ടൂൾ വിയർ റേഷ്യോയ്ക്ക് വേറൊരു ഫോർമുല കൂടെ ഉണ്ട്. ഡെപ്ത് ഓഫ് കട്ട്. Depth of cut divided by decrease in usable length of tool. നമ്മൾ കൊടുക്കുന്ന ഡെപ്ത് ഓഫ് കട്ട്, എത്ര കട്ട് നമ്മൾ കൊടുത്തു അതേ ഡിവൈഡ് ബൈ നമ്മുടെ ടൂളിൻ്റെ എത്ര ലെങ്ത് ആണ് കുറഞ്ഞത് എന്നുള്ളത് ഒരു ലെങ്ത്. ആ ലെങ്ത്തിൻ്റെ റേഷ്യോ എടുത്താൽ നമുക്ക് ടൂൾ വിയർ കിട്ടും. അപ്പോൾ ടൂൾ വിയർ എന്ന് പറയുന്നത് എന്താണ്? ടൂൾ വിയർ എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇ ഡി എമ്മിനകത്ത് ടൂൾ വിയർ ഇ ഡി എമ്മിനകത്ത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ടൂൾ വിയർ ഇ ഡി എമ്മിനകത്ത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് സംഭവിക്കുന്നത്? Electrons and ions. അതെ അതെ, ഓക്കെ ഓക്കെ. അപ്പോൾ അത് നമുക്ക് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. പിന്നെ നമുക്ക് എന്ത് ചെയ്യാനേ പറ്റത്തുള്ളൂ ടൂൾ വിയർ കുറയ്ക്കാൻ വേണ്ടിയിട്ട്? എന്ത് ചെയ്യാൻ പറ്റും ടൂൾ വിയർ കുറയ്ക്കാൻ വേണ്ടിയിട്ട്? അഞ്ച് പ്രോപ്പർട്ടി പറഞ്ഞില്ലേ? ആ പ്രോപ്പർട്ടി ശ്രദ്ധിച്ചാൽ പോരെ. ആ പ്രോപ്പർട്ടീസ് വരുന്ന രീതിയിലുള്ള ടൂൾ സെലക്ട് ചെയ്യണം, മെറ്റീരിയൽ സെലക്ട് ചെയ്യണം, ആണോ? ഓക്കെ. അപ്പോൾ ടൂൾ വിയറിൻ്റെ ഇവിടെ നമുക്ക് ടൂൾ വിയർ റേഷ്യോ
എന്ന് പറയുന്ന ഒരു ടേം ഡിഫൈൻ ചെയ്തു. അതിൻ്റെ ഫോർമുല 2 ഫോർമുല പറഞ്ഞു. എന്തൊക്കെയായിരുന്നു? എന്തൊക്കെയായിരുന്നു? വോളിയം ഓഫ് വർക്ക് റിമൂവഡ് ബൈ വോളിയം ഓഫ് വർക്ക് റിമൂവഡ് ഡിവൈഡ് ബൈ വോളിയം ഓഫ് ഇലക്ട്രോഡ് കൺസ്യൂമർ. അല്ലെങ്കിൽ ലെങ്തിന്റെ രീതി പറയുവാണെങ്കിൽ ഡെപ്ത് ഓഫ് കട്ട് ഡിവൈഡ് ബൈ ഓക്കെ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ്. ഇനി ഞാനൊരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കോപ്പർ ടൂളാന്നിരിക്കട്ടെ. കോപ്പർ ടൂളിൻ്റെ വിയർ റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആന്നിരിക്കട്ടെ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്തുവാ? കോപ്പർ ടൂളാണ് ഉപയോഗിക്കുന്നത്. കോപ്പർ ടൂളിൻ്റെ റേഷ്യോ വിയർ റേഷ്യോ 2:1 ആണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? രണ്ട് വോളിയം ഓഫ് വർക്ക് പീസ് മെറ്റീരിയൽ റിമൂവ് ചെയ്യുമ്പോൾ ഒരു വോളിയം ഓഫ് ടൂളിൻ്റെ എന്ത് മാറും? എന്ത് ഇല്ലാതായി പോവും? ഇത് 2/1 എന്നല്ലേ? ഇത് ഈ 2 എന്ന് വെച്ചാൽ വർക്ക് പീസിൻ്റെ. ഈ 1 എന്ന് വെച്ചാൽ എന്തുവാ? അപ്പോൾ അതനുസരിച്ചാണ്. ഓക്കെ. അപ്പോൾ അത് നോക്കിയോണം. ഇപ്പം നിങ്ങൾ കോപ്പർ ടങ്സ്റ്റൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ടൂൾ വിയർ നമുക്കുള്ളത് 8:1. അപ്പോൾ ഇതിനകത്ത് ഏതാ ബെറ്റർ ആയിട്ടുള്ളത്? ഏത് ടൂളാണ് ബെറ്റർ? കോപ്പർ എടുക്കുകയാണെങ്കിൽ വിയർ റേഷ്യോ 2:1 വന്ന്, പക്ഷേ കോപ്പർ ടങ്സ്റ്റൺ എടുത്തപ്പം വിയർ റേഷ്യോ 8:1 വന്നു. ഏത് ടൂളാണ് ബെറ്റർ? അതെന്താ? കൂടുതൽ മെറ്റീരിയൽ റിമൂവ് ആയി, പക്ഷെ കുറച്ച് ടൂൾ മാത്രമേ ഇറോഡ് ആയിട്ടുള്ളൂ. ആണോ? അല്ലേ? ആണോ? ഇൻഡയറക്റ്റ് ആയിട്ടൊക്കെ ചോദിക്കും ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞു പോകുന്നത്. ഓക്കെ. അപ്പം നമ്മുടെ അത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. ഇനി ലാസ്റ്റത്തെ പാർട്ട് എന്തുവാ നമ്മുടെ ഇഡിഎമ്മിനകത്ത്? പവർ പഠിച്ചു, ഡൈലക്ട്രിക് പഠിച്ചു, വർക്ക് ആൻഡ് ടൂൾ, സെർവോ സിസ്റ്റം. ഇതിനെന്ത് വേണ്ടി ഉപയോഗിക്കുന്നത്? ടു മെയിൻറ്റെയിൻ ദി പ്രീ ഡിറ്റർമൈൻഡ്, വെറും ഗ്യാപ്പല്ല, ഓരോ ടൈപ്പ് മെറ്റീരിയലിനും ഇത്ര ഒരു ഫിക്സഡ് ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇഷ്ടത്തിനല്ല ഗ്യാപ്പ് കൊടുക്കുന്നത്. പ്രീ ഡിറ്റർമൈൻഡ് ഗ്യാപ്പ് ബിറ്റ്വീൻ ടൂൾ ആൻഡ് വർക്ക്. ഓക്കെ. ടു മെയിൻറ്റെയിൻ പ്രീ ഡിറ്റർമൈൻഡ് ഗ്യാപ്പ് ബിറ്റ്വീൻ ടൂൾ ആൻഡ് വർക്ക് ആണല്ലോ. അപ്പോൾ ഈ സെർവോ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? സെർവോ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്ന് പറയുമ്പോഴത്തേന് ഇറ്റ് ഷുഡ് ബി സെൻസിബിൾ ഫോർ ഈവൻ സ്മാൾ മൂവ്മെൻറ്റ് ഓഫ് ടൂൾ. കാരണം ഈ ഗ്യാപ്പ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റാണ്. ആണോ? ഈ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ ഈ ചെറിയൊരു ടൂൾ മൂവ്മെൻറ്റിന് വരെ നമ്മുടെ സെർവോ സിസ്റ്റം സെൻസിബിൾ ആയിരിക്കണം. മനസ്സിലായില്ലേ? അത് ആ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ഗ്യാപ്പ് താഴോട്ട് മൂവ് ചെയ്യുക. അപ്പോൾ അല്ലെങ്കിൽ താഴോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് ആ സെർവോ സിസ്റ്റം അത് സെൻസ് ചെയ്യുന്നുണ്ടാകണം. എങ്കിൽ മാത്രമേ ഒരു പ്രോപ്പർ മെറ്റീരിയൽ റിമൂവൽ റേറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. ആണോ? ഇനി ഒരു കാര്യം കൂടെ ഉണ്ട്. ഇറ്റ് ഷുഡ് ഹാവ് ഇനഫ് പവർ ടു ഓവർകം
വെയിറ്റ് ഓഫ് റാം ഇലക്ട്രോഡ് ഫ്ലഷിംഗ് ഫോഴ്സ്. കാരണം നമുക്ക് എപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഈ സെർവോ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? ഈ സെർവോ സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻ എന്താണ്? ടു മെയിൻറ്റെയിൻ ദ പ്രീ ഡിറ്റർമിൻഡ് ഗ്യാപ്പ് ബിറ്റ്വീൻ ടൂൾ ആൻഡ് വർക്ക് പീസ് ആണല്ലോ. അപ്പോൾ അവിടെ ഇതിന് ഈ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ ഒപ്പോസ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇലക്ട്രോഡ് നമുക്ക് അതിൻ്റെ വെയിറ്റ്, അതിൻ്റെ റാമിൻ്റെ വെയിറ്റ്, ഇലക്ട്രോഡ് ഫ്ലഷിങ് ഇലക്ട്രോഡിൻ്റെ വെയിറ്റ്, അതുപോലെ നമ്മുടെ ഡൈഇലക്ട്രിക് മീഡിയം ഒരു പ്രഷറിലല്ലേ അതിനകത്തൂടെ മൂവ് ചെയ്യുന്നത്? ഡൈഇലക്ട്രിക് മീഡിയം ഒരു മൂവ് ചെയ്യുന്നത്, അതിനകത്ത് സർക്കുലേറ്റ് ചെയ്യുന്നത് ഒരു പ്രഷറിലല്ലേ, ആണോ? അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ എന്ത് സംഭവിക്കും? ആ ഒരു ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിനകത്ത് സെർവോ സിസ്റ്റത്തിനെ റെസ്ട്രിക്റ്റ് ചെയ്യും. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഓവർകം ചെയ്യാനുള്ള പവർ ആർക്കുണ്ടായിരിക്കണം? സെർവോ സിസ്റ്റത്തിന് ഉണ്ടായിരിക്കണം. കാരണം ഇപ്പം നമ്മളിപ്പം കറക്റ്റ് ഒരു ഇലക്ട്രോഡ് ഹോൾഡ് ചെയ്തിട്ട് വെച്ചുകൊണ്ടിരിക്കുക ഒരു പൊസിഷനിലാണ്. അപ്പോൾ എന്നെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പല ടൈപ്പിലുള്ള ഡിസ്റ്റർബൻസ് ചുറ്റിലുണ്ട്. അപ്പോൾ ഞാൻ ആ ഡിസ്റ്റർബൻസ് എല്ലാം ഓവർകം ചെയ്യാനുള്ള പവർ എനിക്കുണ്ടെങ്കിൽ മാത്രമേ എനിക്കത് ആ പൊസിഷനിൽ പിടിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തുള്ളൂ, ആണോ? സിമ്പിൾ ലോജിക്കേ ഉള്ളൂ. അപ്പോൾ ഈ സെർവോ സിസ്റ്റം ഷുഡ് ഹാവ് ഇനഫ് പവർ ടു ഓവർകം ദ വെയിറ്റ് ഓഫ് ദ റാം, ഇലക്ട്രോഡ് ആൻഡ് ഫ്ലഷിംഗ് ഫോഴ്സ്. അപ്പോൾ ഇത്രയും സംഭവങ്ങളെ ഓവർകം ചെയ്യാനുള്ള പവർ സെർവോ സിസ്റ്റത്തിന് ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഈ ടൂളിൻ്റെ ഓരോ ചെറിയ മൂവ്മെൻറ്റിനും ഈ സെർവോ സിസ്റ്റത്തിന് സെൻസിബിളായിട്ട് കറക്റ്റ് ടൂൾ ടു വർക്ക് പീസ് ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം ഞാൻ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് മാത്രമേ എഴുതിയിട്ടുള്ളൂ. നിങ്ങൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഈ പോയിൻ്റ് എലാബറേറ്റ് ആയിട്ട് എഴുതിക്കണം. ഓക്കെ, ക്ലിയർ ആണോ? ഡോട്ട് എഴുതുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ കംപ്ലീറ്റ് പ്രോസസ്സ് കഴിഞ്ഞു. EDM എന്ന് പറയുന്ന സിസ്റ്റത്തിനകത്ത് 4 കമ്പോണൻസ് ഉണ്ട്. 4 കമ്പോണൻസ് നമ്മൾ പഠിച്ചു. എന്തൊക്കെയായിരുന്നു 4 കമ്പോണൻസ്? ഫസ്റ്റ് കമ്പോണൻ്റ് എന്താണ് പഠിച്ചത്? ഫസ്റ്റ് കമ്പോണൻ്റ് എന്തായിരുന്നു പഠിച്ചു? പവർ സപ്ലൈ. പവർ സപ്ലൈ എത്ര ടൈപ്പ് പവർ സപ്ലൈ പഠിച്ചു? എത്ര ടൈപ്പ് പഠിച്ചു? 2 3 ടൈപ്പ്. ഒന്ന് റെസിസ്റ്റൻസ് കപ്പാസിറ്റൻസ് RC ടൈപ്പ് അല്ലേ? RC ടൈപ്പ് റിലാക്സേഷൻ ജനറേറ്റർ. സെക്കൻഡ് എന്തായിരുന്നു? റോട്ടറി ഇമ്പൾസ് ജനറേറ്റർ. തേർഡ് വൺ എന്തായിരുന്നു? ഇലക്ട്രോണിക് പൾസ് ജനറേറ്റർ. അപ്പോൾ ഫസ്റ്റ് RC കപ്പാസിറ്റൻസ് അല്ലെങ്കിൽ RC റിലാക്സേഷൻ ജനറേറ്ററിനകത്ത് എന്തൊക്കെയുണ്ട്? പറയുന്ന മാതിരി ഒരു 6 വേരിയബിൾ റെസിസ്റ്റൻസ് ഉണ്ട്. പിന്നെ സി എന്ന് വെച്ചാൽ എന്താണ്? R ഫോർ വേരിയബിൾ റെസിസ്റ്റൻസ്, C ഫോർ കപ്പാസിറ്റൻസ് അല്ലേ? അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് കപ്പാസിറ്റൻസ് ചാർജ് ആകുന്നു ത്രൂ ദ വേരിയബിൾ റെസിസ്റ്റൻസ് ഫ്രം ദി DC പവർ സപ്ലൈ, ആണോ? കപ്പാസിറ്റർ ഈ ചാർജ് ത്രൂ ദി വേരിയബിൾ റെസിസ്റ്റൻസ് ഫ്രം ദി DC പവർ സപ്ലൈ. അപ്പോൾ ഇതിനകത്ത് നമ്മുടെ കപ്പാസിറ്റൻസിന് അക്രോസ് ആയിട്ട് എത്ര വോൾട്ടേജ് ആണോ അത്രയും വോൾട്ടേജ് നിന്നായിരിക്കും എവിടെ ഡെവലപ്പ് ആവുന്നത്? എവിടെ ഡെവലപ്പ് ആവുന്നത്? മറന്നോ? കപ്പാസിറ്ററിൻ്റെ അക്രോസ് ആയിട്ട് എത്ര വോൾട്ടേജ് ആണ് ഡെവലപ്പ്, അതേ വോൾട്ടേജ് നിന്നായിരിക്കും എവിടെ ഡെവലപ്പ് ആവുന്നത്? ടൂള് വർക്ക് ഗ്യാപ്പിൽ ഡെവലപ്പ് ആവുന്നത്, ആണോ? രണ്ടാമത്തെ കേസ് പറഞ്ഞത് നമുക്ക് റോട്ടറി ഇമ്പൾസ് ആണ്. ഇവിടെ നമുക്ക് AC കറണ്ട് ആണ് വരുന്നത്, ആണല്ലോ? അപ്പോൾ ഇതിനകത്ത് ഒരു വേരിയബിൾ കപ്പാസിറ്റൻസും ഉണ്ട്, ഒരു ഡയോഡുണ്ട് അല്ലേ? ഫസ്റ്റ് ഹാഫ് ഓഫ് സൈക്കിളിൽ എന്ത് സംഭവിക്കുന്നു? കപ്പാസിറ്റർ ചാർജ് ആവുന്നു. സെക്കൻഡ് ഹാഫ് ഓഫ് സൈക്കിളിൽ ഈ ഡയോഡിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജും ജനറേറ്റർ വോൾട്ടേജും കൂടെ എവിടെ അപ്ലൈ ആവും?
ടൂൾ വർക്ക് പീസ് Gap. ഗ്യാപ്പിൽ അപ്ലൈ. തേർഡ് ഇലക്ട്രോണിക് പൾസ് ജനറേറ്ററിന് അതൊരു കപ്പാസിറ്റർ ഉണ്ട്, പിന്നെ ഒരു അഡീഷണൽ സംഭവമുണ്ട് വാൽവ് ട്യൂബ്. ഈ വാൽവ് ട്യൂബിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഈ വാൽവ് ട്യൂബിൻ്റെ ഫംഗ്ഷൻ എന്താണ്? ഈ സ്പാർക്കിനെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് വാൽവ് ട്യൂബിൻ്റെ ഫംഗ്ഷൻ. ഓക്കെ, അപ്പോൾ ഈ ഒരു കപ്പാസിറ്റൻസ് ചാർജ് ചെയ്യും. കപ്പാസിറ്ററിലൂടെ നമുക്ക് കപ്പാസിറ്ററിനകത്ത് എത്ര വോൾട്ടേജ് ആണോ ജനറേറ്റ് ചെയ്യുന്നത് ആ വോൾട്ടേജ് തന്നെയാണ് ടൂൾ വർക്ക് പീസിൽ അവിടെ വരുന്നത്. പക്ഷേ ഇവിടെ പ്രത്യേകത ഉണ്ട്, വാൽവ് ട്യൂബ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അത് ഇലക്ട്രോണിക് കൺട്രോൾഡ് ആണ്. നമുക്ക് എപ്പോഴൊക്കെയാണ് പൾസ് വേണ്ടത് അല്ലെങ്കിൽ എപ്പോഴൊക്കെയാണ് സ്പാർക്ക് വേണ്ടത് അത് നമുക്ക് ഈ ഇലക്ട്രോണിക് കൺട്രോൾ യൂസ് ചെയ്ത് വാൽവ് ട്യൂബിനെ കൺട്രോൾ ചെയ്യുന്നത് വഴി അതുവഴി നമുക്ക് പൾസിൻ്റെ ടൈമിങ്ങും പൾസിൻ്റെ ഡ്യൂറേഷനും എല്ലാം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മൾ പറഞ്ഞത് ഡൈലക്ട്രിക് മീഡിയമാണ്. ഡൈലക്ട്രിക് മീഡിയത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു, എക്സാമ്പിൾസ് പറഞ്ഞു, അതിൻ്റെ പ്രോപ്പർട്ടീസ് പറഞ്ഞു. അതിനുശേഷം ഫ്ലഷിങ് എന്താണെന്ന് പറഞ്ഞു, ഫ്ലഷിങ് പ്രോസസ്സ് പറഞ്ഞു, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്ലഷിങ് പറഞ്ഞു, ഓപ്പൺ, പ്രഷർ, സെക്ഷൻ, പിന്നെ കമ്പൈൻഡ്. പ്രഷർ തന്നെ 2 ടൈപ്പ് ഉണ്ട്, അതും അതിൻ്റെ ഫിഗർ എല്ലാം പഠിച്ചു. അതിനുശേഷം ഇൻഎഫക്റ്റീവ് ഫ്ലഷിങ്, പ്രോപ്പർ ഫ്ലഷിങ് നടന്നില്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുന്നു പഠിച്ചു. അതിനുശേഷം നമ്മൾ പഠിച്ചത് ടൂൾ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. എന്തൊക്കെ ടൂളിൻ്റെ പ്രത്യേകതകൾ, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്ത്. അതിനുശേഷം ടൂൾ വിയർ പറഞ്ഞു. പിന്നെ സെർവോ മെക്കാനിസം എന്താ? സെർവോ മെക്കാനിസം നമ്മുടെ ഗ്യാപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സെർവോ മെക്കാനിസം 2 കാര്യങ്ങളാണ് ചെയ്യുന്നത്. നമുക്ക് ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷനായിട്ട് 2 പോയിൻറ്റ്സാണ് പറഞ്ഞത്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ ചെറിയൊരു ടൂൾ മൂവ്മെൻറ്റ് പോലും സെൻസിബിൾ ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം ഇതിൻ്റെ വെയിറ്റ് റാമിൻ്റെ വെയിറ്റ്, പിന്നെ ഇലക്ട്രോഡ്, ഫ്ലഷിംഗ് പോർട്സ്, ഇതിനെല്ലാം ഓവർകം ചെയ്യാനുള്ള പവർ ആർക്കുണ്ടായിരിക്കണം? ആർക്കുണ്ടായിരിക്കണം? സെർവോ സിസ്റ്റത്തിന്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ് എന്താ